കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര വനം മന്ത്രാലയം. കുരങ്ങിനെ ഷെഡ്യൂൾ 1 മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കില്ല. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം എന്താണ് ഇപ്പോൾ വനം മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്? കേന്ദ്ര വനം മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ക്ഷുദ്രജീവിയായി കാട്ടുപന്നിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് രാജ്യത്തിന്റെ നയമാണ് എന്നതാണ്. അതൊരു സംസ്ഥാനത്തിന് വേണ്ടി മാറ്റാൻ കഴിയില്ല. പല കാട്ടുമൃഗങ്ങളെയും സംരക്ഷിച്ചു പോരുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ നയം, സർക്കാരിന്റെ നയം. അതുകൊണ്ട് തന്നെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ആർക്കും കാട്ടുപന്നിയെ കൊല്ലാനുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷെഡ്യൂൾ 1 അതായത് പലതരത്തിൽ ഈ ഏതെങ്കിലും രൂപത്തിൽ കൊല്ലണമെങ്കിലോ ഏതെങ്കിലും രൂപത്തിൽ നിയന്ത്രണം വരുത്തണമെങ്കിലോ വലിയ രൂപത്തിൽ മാനദണ്ഡങ്ങളുള്ള ഒരു മൃഗമാണ് ഷെഡ്യൂൾ 1 കുരങ്ങ്. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന ആവശ്യം കേരളം ദീർഘകാലമായി ഉന്നയിച്ചിരുന്നതാണ്. ആ ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം കുരങ്ങ് കൃഷിനാശം ഉണ്ടാക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ കുരങ്ങ് ആ രൂപത്തിൽ മനുഷ്യൻ്റെ ജീവന് ഭീഷണിയുള്ളൊരു മൃഗമല്ല. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ 2 മാറ്റി കൂടുതൽ അനായാസം കുരങ്ങിനെ കൊല്ലാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു നിയമനിർമ്മാണത്തിലേക്ക് കേന്ദ്രം കടക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും കേരളത്തിന്റെ ദീർഘകാലമായുള്ള 2 ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് കേന്ദ്ര വനം മന്ത്രാലയം കൃത്യമായി തന്നെ അറിയിക്കുകയാണ്. സുജയ, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ്. കാട്ടുപന്നി ക്ഷുദ്രജീവി അല്ല.